നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരാടി നിന്നെ താലി കെട്ടിയ ആ മഹാൻ? പറയടി. ഇതാണ് അയാൾ. രാജു, ഈ ഒരു സാഹചര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. രാജു, ഈ ഒരു സാഹചര്യത്തിലും നീ തന്നെ എന്നെ രക്ഷിച്ചേ. സാർ, എടി, എവിടേക്കാടി ഈ സമയത്തൊരു ഒളിച്ചോട്ടം? നീ എവിടേക്ക് ഒളിച്ചോടിയാലും ഇന്ന് നിന്റെ കല്യാണം ദീപക്കുമായി ഞാൻ നടത്തും. അതിന് എവിടെ വച്ചാണെങ്കിലും. വാ, വരാൻ. എന്താടി, നിനക്കിനിയും മതിയായില്ലേ? എല്ലാവരുടെ മുന്നിൽ കുടുംബത്തിന്റെയും പ്രതാപന്റെ മാനം കളഞ്ഞിട്ട് ഇനിയും നിനക്ക് അഹങ്കാരം തീർന്നില്ലേ? നിന്നെ ഞാൻ അത് വേണ്ട അമ്മിക മാഡം. വെറുതെ ആളുകളുടെ മുന്നിൽ വെച്ച് രിതിക മാഡം ആരുടെയും കൂടെ ഒളിച്ചോടി പോയതല്ല. നിങ്ങളുടെ മകന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് പോയതാ. എന്റെ മകൻ എന്താടാ കുറവ്? സൗന്ദര്യമില്ലേ? കുടുംബ മഹിമയില്ലേ? പോരാത്തതിനെ അവൻ പഠിച്ചത് അമേരിക്കയിലാ. ഇതീ കൂടുതൽ ഇവക്ക് എന്താടാ വേണ്ടത്? ഒന്നും അവന് കുറവില്ല അംബിക മാഡം, എല്ലാം അവന് കൂടുതലാ. എല്ലാം കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവന് ചില ക്വാളിറ്റികളും കൂടുതലുണ്ട്. ആ ക്വാളിറ്റികൾ പൊതുസമൂഹത്തില് പറയാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറഞ്ഞു, എന്തും പറഞ്ഞു. നിനക്ക് അതിനുള്ള അവകാശവും അധികാരവും നീ എല്ലാവരെയും സുഖിപ്പിച്ച് സാധിച്ചു വച്ചിട്ടുണ്ടല്ലോ. നിനക്കറിയാം മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നല്ല പിള്ള ചമയണമെന്നും എന്റെ മകനെ എങ്ങനെ കൊള്ളരുതാത്തവനായി കാണിക്കണമെന്നും. രാജു പറഞ്ഞതൊക്കെ നേര്. ഇവിടെ നടന്ന പല കഥകളുടെയും യഥാർത്ഥ അവസ്ഥ രാജുവിനെ പോലെ എനിക്കും അറിയാവുന്നതാ. ഇങ്ങോട്ട് വാടി. ദീപക്കുമായുള്ള നിന്റെ വിവാഹം എന്റെ അനിയൻ പ്രതാപൻ പറഞ്ഞുറപ്പിച്ചതാണെങ്കിൽ അത് നടക്കണം. നടത്തും ഞാൻ. വാടി ഇങ്ങോട്ട്. നടക്ക്. കയറിയിരിക്കങ്ങോട്ട്. ഇരിക്ക.
പറയടി, ആരാ ഇത് കെട്ടിയതെന്ന്? താലി എന്താ തമാശ കളിയാ? നിന്നോടല്ലേ പറഞ്ഞത്? കൈ വിടരുത്. തൊട്ടുപോരുത്. അതെ, ഇത് താലി തന്നെയാ. എനിക്കിത് ഒരിക്കലും ഒരു തമാശയല്ല. ഒരാളെ വിവാഹം കഴിച്ച് മറച്ചു വച്ചതിന് ശേഷം വേറൊരു വൃത്തികെട്ടയാളെ വിവാഹം കഴിക്കാൻ എനിക്കാകില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇവിടെ നിന്നും പോയത്. ആരാടി നിന്നെ താലി കെട്ടിയ ആ മഹാൻ? പറയടി. ഇതാണ് അയാൾ. ഇപ്പൊ എല്ലാം ശരിയായി. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയിന്ന് പറഞ്ഞതുപോലെയായി. അയ്യോ ലതിക മാഡം, പ്രതാപ, ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാ ഇവനെ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന്. അയ്യോ സർ, അന്നൊക്കെ ഇവന്റെ മാഹാത്മ്യം പറഞ്ഞ് നീ എന്റെ വായ അടപ്പിച്ചു. അയ്യോ മാഡം, ഇനിയിപ്പോ നിനക്ക് എന്താ പറയാനുള്ളത്? ലതിക മാഡം എന്തൊക്കെയാ ഈ പറയുന്നത്? ഇതൊരു തമാശയല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.